ഓർമ്മകളിൽ പലതും പറയും, അതുകൊണ്ടാരും ഖേദിക്കരുത്. അഥവാ ഞാനിത് പറയണ കൊണ്ട് എന്നോടാർക്കും പരിഭവമരുത്. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ. പാലാക്കാരൻ അവറാച്ചന്റെ മക്കളിലൊരുവൻ ജോമിക്കുട്ടൻ. പോകാൻ കാശുണ്ടാക്കാൻ മെയിൽ നഴ്സിംഗ് പഠിക്കാൻ പോയി. റബ്ബർ ഷീറ്റുകൾ വിറ്റുതുലച്ചു ജോമിക്കുട്ടൻ ക്ലാസ്സിന് ചേർന്നു. ഒടുവിൽ പലവിധ തരികിട കാട്ടി ജോമിക്കുട്ടൻ മെയിൽ നഴ്സായി. വീടും സ്ഥലവും പണയം വെച്ച് തൊടുവിൽ കുട്ടൻ കാനഡയിലെത്തി. വിസ ഏജന്റ് പറഞ്ഞൊരു ജോലി ഹോസ്പിറ്റൽ പണിയാണെന്നത്രേ. അവിടെ ചെന്ന് കിട്ടിയ പണിയോ ഇമ്പോർട്ടൻസിൽ ചായയടിക്കൽ. തെർമൽസ് വേണം, ജാക്കറ്റ് വേണം, അത് വാങ്ങാനോ ലോണും വേണം. അരി വാങ്ങേണം, തുണി വാങ്ങേണം, തട്ടിയും മുട്ടിയും ജീവിക്കണം. എട്ടണയെങ്കിൽ കിട്ടണ എട്ടണ ചിലവാക്കാതെ ബാങ്കിലിടണം. അങ്ങനെ കരുതി നിൽക്കും നേരം ദാണ്ടേ പോണൊരു വെള്ളക്കാരി. വിഷമം മാറ്റാൻ ജോമിക്കുട്ടൻ ലിക്കർ മാർക്കുകൾ തേടിയിറങ്ങി. പോകണ വഴിയെ കമ്പനി കൂടാൻ ഒരു പകൽ മാന്യനെ കണ്ടുപിടിച്ചു. ജോമിക്കുട്ടനെ കണ്ടൊരു മാന്യൻ അട്ടപിടിക്കണ പോലെ വിളിച്ചു. കുപ്പികൾ വാങ്ങിയ സന്തോഷത്തിൽ ഓരോ ചെറുതുകൾ വീതമടിച്ചു. എവിടെന്നാണെന്നറിയില്ല ഒരു പോലീസ് ഏമാൻ പാഞ്ഞവിടുത്തി. ഏമാൻ വന്നത് കണ്ടൊരു നേരം നമ്മുടെ മാന്യൻ ഓടിയൊളിച്ചു. അന്നാ മാന്യൻ ഓടിയ വഴിയെ ഇന്നും പുല്ലും മുളച്ചിട്ടില്ല. കാശും പോയി, കുപ്പിയും പോയി, ജോമിക്കുട്ടൻ പെരുവഴിയായി. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ. കണ്ണിൽ എണ്ണയൊഴിച്ചു മടുത്തു. ഒടുവിൽ ഒരു നാൾ വീക്കെൻഡ് എത്തി. മുന്തിയ കളസം അണിഞ്ഞു കുട്ടൻ ബാറിൽ പോകാൻ കച്ചമുറുക്കി. ഫുൾ സ്ലീവ് ഷർട്ടും കൂളിംഗ് ഗ്ലാസും കണ്ടാൽ കഷ്ടം തോന്നും ചിരിയും. ജോമിക്കുട്ടൻ ഡാൻസ് തുടങ്ങി കുരുടാൻ തിന്നൊരു പന്നിയെ പോലെ. ജോമിക്കുട്ടനെ നോക്കിയൊരുത്തി ചറപറ 4 സൈറ്റ് കൊടുത്തു. സൈറ്റടിയേറ്റ ജോമിക്കുട്ടൻ ഇഞ്ചി കടിച്ചൊരു മങ്കിയെ പോലെ. പെണ്ണിന് പുറകെ കൂടി കുട്ടൻ, കുട്ടന് പുറകിൽ പെണ്ണിൻ്റെ ഉടയവൻ.
ആകെ കശപിശയായൊരു നേരം ബൗൺസർ ഏമാൻ പാഞ്ഞവിടുത്തി. ഇവനെ എടുക്കട പഞ്ഞിക്കിടട ബൗൺസർ ഏമാൻ ഓർഡർ വിട്ടു. കാരണമെന്താ? ബാറിന്റെ ഉള്ളിൽ തരികിട കാട്ടിയാൽ കല്ലണ ജോലി ഞങ്ങളുടേതാണ്. കഠിനാധ്വാനം ചെയ്തിട്ടൊടുവിൽ ജോമിക്കുട്ടൻ PR ആയി. മാട്രിമോണിയൽ സൈറ്റുകൾ മുഴുവൻ ജോമിക്കുട്ടനെ കൊണ്ടു നിറഞ്ഞു. ഓൺലൈൻ ഡേറ്റിംഗ്, ഫേസ്ബുക്ക് ചാറ്റിംഗ് എല്ലാ വഴിയും നോക്കി കുട്ടൻ. നല്ലൊരു പെണ്ണിനെ കണ്ടുപിടിച്ചു കെട്ടാൻ നാട്ടിൽ പോയി കുട്ടൻ. സൂട്ടും കേട്ടി സ്പ്രേയും പൂശി കല്യാണത്തിന് ചെന്നു കുട്ടൻ. പെണ്ണും ഇല്ല, അവളുടെ അപ്പനുമില്ല, കാണാൻ അവിടെ ഒരു കഴുതയുമില്ല. കാരണമെന്താ? പിന്നിപ്പെങ്കില് ആ പകൽമാന്യൻ ജോമിക്കുട്ടന് വിലയായി തീർന്നു. എന്തിനും വട്ടമുടക്കണ മലയാളികളെ നിങ്ങൾ ശ്രേഷ്ഠർ. ഒടുവിൽ ജോമി കുട്ടനെ കെട്ടി. ആര് കെട്ടി? ഒടുവിൽ ജോമി കുട്ടനെ കെട്ടി മീൻ മാർക്കറ്റിൽ മേരിക്കുട്ടി. കെട്ടിയ പെണ്ണിനെ ജോമിക്കുട്ടൻ PR-ഓടെ നാടുകടത്തി. കോലം മാറി, ഭാവം മാറി, മേരിക്കുട്ടി മോഡേണായി. മാനിക്യൂറും പെഡിക്യൂറും ഇംപ്ലാന്റുകളും ചെയ്തു മേരി. ബില്ല് കൊടുത്തു വലഞ്ഞു കുട്ടൻ, കാർഡുകൾ പലതും മാറിയുരച്ചു. മുന്തിയ കാറും മുന്തിയ വീടും കമ്പനി കൂടാൻ ഹൈ ക്ലാസ് ടീംസും. മോർഗേജ്, കാർ ലോൺ പോരാത്തതിന് ബ്ലേഡിന് കാശും എടുത്തു കുട്ടൻ. മേരിക്കുട്ടിയുടെ ആവശ്യങ്ങൾ സീസൺ തോറും മാറി മറിഞ്ഞു. കഠിനാധ്വാനം ചെയ്തു കുട്ടൻ, ഒടുവിൽ മേരി പ്രഗ്നന്റ് ആയി. 9 മാസം ഷടപട പോയി കുട്ടന് പെൺകുഞ്ഞൊന്നു പിറന്നു. ജോമിക്കുട്ടൻ ഒരപ്പനുമായി, മേരിക്കുട്ടി മമ്മിയുമായി. കുഞ്ഞു വളർന്നു മീൻകറി കൂട്ടി, പക്ഷേ നാക്ക് വളച്ചാൽ ഇംഗ്ലീഷ് മാത്രം. കുഞ്ഞിനോടൊപ്പം സംസാരിക്കാൻ ഇംഗ്ലീഷ് ക്ലാസ്സിന് പോയി കുട്ടൻ. ടീനേജ് പ്രായം ആയൊരു കുട്ടിയെ CBCM എന്ന് വിളിക്കാം. എന്താ CBCM? CBCM എന്ന് പറഞ്ഞാൽ കനേഡിയൻ ബോൺ കൺഫ്യൂസ് മല്ലു. ഒടുവിൽ മകൾ ഒരു കറുത്ത മുത്തിനെ ബോയ് ഫ്രണ്ടായി കണ്ടുപിടിച്ചു. ചെക്കനെ കണ്ടാൽ ഋത്തിക് റോഷനെ എണ്ണയിലിട്ട് വറുത്തതുപോലെ. ചെക്കനും പെണ്ണും ടാറ്റ നൽകി ജോമി
മോഹിക്കരുതേ നിങ്ങളിലാരും. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ. ഈ സമയത്തോ നമ്മുടെ മേരി ഫ്രീബേർഡായി പാറി നടന്നു. കടവും കടത്തിന് മീരെ കടവും മേരിക്കുണ്ടോ കൂസല് വല്ലതും. ജോമിക്കുട്ടനും മേരിക്കുട്ടിയും കാശിനെ ചൊല്ലി തല്ലു തുടങ്ങി. കലകം മൂലം കാമിനി മൂലം കലഹം പലവിധം ഉലകിൽ സുലഭം. വീടും കാറും റിക്കവർ ചെയ്തു ജോമിക്കുട്ടൻ ബാങ്ക്രപ്റ്റായി. ഹെൽപ്പിംഗ് ഹാൻഡും ഓഫർ ചെയ്ത് നമ്മുടെ മാന്യൻ രംഗത്തെത്തി. മാന്യൻ തന്നെ മാന്യത കണ്ട് നമ്മുടെ മേരി ഇംപ്രസ്ഡ് ആയി. ജോമിക്കുട്ടനെ ഡൈവോഴ്സ് ചെയ്ത് മാന്യനുമൊത്ത് മേരി മടങ്ങി. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ. അങ്ങനെ നമ്മുടെ കുട്ടൻ വീണ്ടും ജോലികൾ തേടി തെണ്ടി നടന്നു. അരി വാങ്ങേണം, തുണി വാങ്ങേണം, തട്ടിയും മുട്ടിയും ജീവിക്കണം. എട്ടണയെങ്കിൽ കിട്ടണ എട്ടണ ചിലവാക്കാതെ ബാങ്കിലിടണം. അങ്ങനെ കരുതി നിൽക്കണ നേരം താണ്ടെ പിന്നെയും പോണ വെള്ള